അഫ്ര ഇന്ത്യയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മോഡേൺ റൂഫിംഗ് പ്രൊഡക്ട്സിൽ ഒന്നായ സ്റ്റോൺ കോട്ടഡ് ഷീറ്റിൻ്റെ ഇൻസ്റ്റലേഷൻ സംബന്ധിച്ച് നമ്മുടെ ക്ലയൻസിനുള്ള ഡൗട്ട്സിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ക്ലയൻസിനോട് സംസാരിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഡൗട്ടാണ് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഫാബ്രിക്കേറ്റേഴ്സിന് ഇത് ചെയ്യാൻ സാധിക്കുമോ, ഇതിന് ശരിക്കും സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യമില്ലേ എന്നുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ഡ്രസ് വർക്ക് ചെയ്യുന്ന ഷീറ്റുമേയും ഓടുമേയും ഒക്കെ ചെയ്യുന്ന എല്ലാ ഫാബ്രിക്കേറ്റേഴ്സും അവർക്ക് ഒരു സ്കില്ലുള്ളത് കൊണ്ടാണ് അവർക്കിത് കാഴ്ചയ്ക്ക് ഭംഗിയായിട്ടും ലീക്ക് പ്രൂഫായിട്ടും ഇത് ചെയ്യാൻ സാധിക്കുന്നത്. അതേ സ്കിൽസ് തന്നെയാണ് ഈ സ്റ്റോൺ കോട്ടഡ് ഷീറ്റിൻ്റെ ഇൻസ്റ്റലേഷൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇൻസ്റ്റലേഷനിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡ്രസ് വർക്ക് തന്നെയാണ്. ഓട് മേയുമ്പോൾ നമുക്കറിയാം ഇതിനൊരു പർലിംഗ് സ്പേസ് അഥവാ പർലിംഗ് ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. എങ്കിൽ മാത്രമേ ലീക്ക് വരാതിരിക്കൂ. എന്നതുപോലെ തന്നെ സ്റ്റോൺ കോട്ടഡ് ഷീറ്റിന് പർലിംഗ് സ്പേസ് കറക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഷീറ്റുകൾ തമ്മിലുള്ള ലോക്കിംഗ് കറക്റ്റ് ആവും. എന്നാൽ ഓട് മേയുന്നത് പോലെ അടുപ്പിച്ച് റാഫ്റ്റർ കൊടുക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല. കാരണം ഒരു ഓടിൻ്റെ വെയിറ്റ് ആവറേജ് 2.5 കിലോ വരും. ആ സമയത്ത് നമ്മുടെ ഒരു സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് ഒരു ഷീറ്റിൻ്റെ വെയിറ്റ് 3.1 to 3.15 kg മാത്രമേ വരുന്നുള്ളൂ. അതായത് 5 times ഇതിന് വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഓടിന് കൊടുക്കുന്നത് പോലെ ഒരു ഹെവി ഡ്രസ്സ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ഇവിടെ ഓട് മേയുമ്പോൾ 2 അടി ഗ്യാപ്പിൽ റാഫ്റ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 1.5 മീറ്റർ മുതൽ 1.25 മീറ്റർ ഗ്യാപ്പിൽ റാഫ്റ്റർ കൊടുത്താൽ മതിയാവും. പക്ഷേ പർലിംഗ് ഗ്യാപ്പ് 370 mm ആണ് സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത്. ഇത് പ്രീമിയം ക്വാളിറ്റിക്ക് എപ്പോഴും 370 തന്നെയായിരിക്കും. എന്നാൽ ബ്രാൻഡിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സാമ്പിൾ ഷീറ്റ് എടുത്ത് അത് വെച്ചടിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളെപ്പോഴും ഡ്രസ് വർക്കിന് മുന്നേ തന്നെ സാമ്പിൾ ഷീറ്റുകൾ അവിടെ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഡ്രസ് വർക്ക് പൂർത്തിയായാൽ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഷീറ്റിൻ്റെ ഇൻസ്റ്റലേഷനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം സ്ക്രൂവിംഗ് ആണ്. ഷീറ്റിൻ്റെ മുകൾ ഭാഗത്ത് മുകളിൽ നിന്ന് പർലിങ്ങിലേക്ക് നൽകുന്ന സ്ക്രൂ ആണ് ഷീറ്റിനെ പർലിങ്ങിൽ പിടിച്ചു നിർത്തുന്നത്. എന്നാൽ ഇതിന് ശേഷം കാറ്റ് പിടിക്കാതിരിക്കാൻ സൈഡിൽ നിന്നും ഷീറ്റ് ടു ഷീറ്റ് നമ്മൾ സ്ക്രൂ നൽകേണ്ടതുണ്ട്. ഇതൊരിക്കലും വെള്ളം ഒഴുകി വരുന്ന പാത്തിൽ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് പകരം ഉയർന്നു വരുന്ന ഭാഗത്ത് അവിടെ ആയിരിക്കണം നമ്മൾ ഷീറ്റ് ടു ഷീറ്റ് നമ്മൾ സ്ക്രൂ നൽകേണ്ടത്. കാരണം വെള്ളം ഒഴുകി വരുന്ന ഭാഗത്ത് നമ്മൾ സ്ക്രൂ നൽകിയാൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ കാലക്രമേണ സ്ക്രൂവിൻ്റെ വാഷ് ഉരുകി പോവുകയും സ്ലോപ്പ് കുറവാണെങ്കിൽ ഈ സ്ക്രൂ വഴി തന്നെ ഫ്യൂച്ചറിൽ അവിടെ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കുവാൻ വേണ്ടി നമ്മളെപ്പോഴും ഉയർന്ന ഭാഗത്ത് തന്നെ സ്ക്രൂ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അഫ്ര ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ മെറ്റീരിയൽ ഇന്ന് ഇന്ത്യയിൽ സോൾ ടെസ്റ്റ് പാസ്സായി വരുന്ന ഏക സ്റ്റോൺ കോട്ടഡ് ബ്രാൻഡാണ്. എന്നാൽ തന്നെ കട്ട് ചെയ്യുന്ന പോർഷനിൽ സിങ്കാലും പോകാൻ സാധ്യതയുണ്ട്. റിഡ്ജ് വരുന്ന ഭാഗങ്ങൾ കട്ടിങ് എഡ്ജ് ഉള്ളിൽ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ വാലി വരുന്ന ഭാഗങ്ങളിൽ ഈ കട്ടിങ് എഡ്ജ് പുറത്തേക്ക് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നതിനാൽ അവിടെ എപ്പോഴും പ്രൈമർ ടച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇൻസ്റ്റലേഷൻ സംബന്ധമായോ അല്ലാതെയോ ഉള്ള നിങ്ങളുടെ ഏത് ഡൗട്ട്സിനും നിങ്ങൾക്ക് ഏത് സമയത്തും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.